അക്സോ നോബലിന്റെ ഒരു കാര്യം തന്നെ തുടങ്ങാം. നമുക്ക് അക്സോ നോബലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഷെയർ പ്രൈസ് ഏകദേശം 8% കൂടുതൽ ഒരു ജമ്പാണ് ഉണ്ടായിരിക്കുന്നത്. പ്രൊമോട്ടേഴ്സ് ഇന്ത്യ ബിസിനസ് JSW പെയിൻസിന് വിൽക്കുന്നു എന്നുള്ള ഒരു സെയിലിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇന്ന് ഒരു പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. സർ, നമുക്ക് ഈ അക്സോ നോബലിന്റെ കാര്യവും അതോടൊപ്പം തന്നെ JSW പെയിന്റിന്റെ കാര്യവും പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പെയിന്റ് സെഗ്മെന്റ് ഇൻഡസ്ട്രി ലീഡർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏഷ്യൻ പെയിന്റ് തന്നെയാണ്. ഓരോ ദിവസവും ഏഷ്യൻ പെയിന്റിന്റെ ആ ഒരു വലിയ ഒരു കൈവശമുണ്ടായിരുന്ന ആ ഒരു മാർക്കറ്റ് കപ്പാസിറ്റിയും അവരുടെ ഒരു അപ്രമാദിത്യവും കുറഞ്ഞു വരികയാണ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. കാരണം ഈ ഒരു ഏരിയയിലേക്ക് JSW പെയിന്റ്സിന്റെ പെനട്രേഷനും ബിർള ഓപ്പസ് അടക്കമുള്ള പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റേഴ്സിന്റെയും ഒക്കെ തന്നെ ഒരു പെനട്രേഷൻ ഏഷ്യൻ പെയിന്റിന്റെ ഒരു സാധ്യത കുറയ്ക്കുകയാണോ എന്നുള്ളൊരു ആശങ്ക കൂടി അവിടെ നിലനിൽക്കുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും. അത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു മാർക്കറ്റ് ഷെയർ ഡിക്ലൈൻ ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ പെയിന്റ്സിന് നല്ല രീതിയിൽ സിഗ്നിഫിക്കന്റ് രീതിയിൽ സംഭവിച്ചു എവർ സിൻസ്. അതായത് നമ്മൾ അന്ന് പറയുകയും ചെയ്തു, അതായത് 2 ആഴ്ച മുമ്പ് നമ്മൾ പറയുകയും ചെയ്തു, അതായത് എത്രയൊക്കെ മാർക്കറ്റ് ക്യാപ്പാണോ ഏഷ്യൻ പെയിന്റ്സിനും ബർജർ പെയിന്റ്സിനും കൻസായി നിറോലാക്കിനും അക്സോ നോബലിനും, അതായത് ടോപ്പ് ആയിട്ടുള്ള 4 പെയിന്റ് കമ്പനീസിന് എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പ് പോയോ അത്രത്തോളം ഗെയിൻ ആയിരുന്നു ഈ പറഞ്ഞ പോലെ ബിർള ഓപ്പസ് അല്ലെങ്കിൽ ഗ്രാസിമിന്റെ ഷെയറിന്റെ പ്രൈസ്. അതായത് ബിർള ഓപ്പസിനേക്കാളും ശരിക്കും പറഞ്ഞാൽ ഗ്രാസിമിന്റെ ബിർള ഓപ്പസ് ആണ് ശരിക്കും പറഞ്ഞാൽ JSW സിമെന്റ് പെയിന്റ്സിനെക്കാളും ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ നോക്കുമ്പോൾ ഇത്രയും കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ലൂസ് ചെയ്തതിനനുസരിച്ച് തന്നെ ഗ്രാസിമിന് കൂടി എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു കണ്ടെയ്നർ പെയിന്റ് വിറ്റാൽ പോലും അത് ഏഷ്യൻ പെയിന്റ്സിന്റെ ആയിരിക്കും പോകണം. കാര്യം ഏഷ്യൻ പെയിന്റ്സിന് അത്രമാത്രം മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബട്ട് ഈ പറയുന്ന പോലെ ഈ പറയുന്നതിന്റെ എല്ലാ പ്രത്യേകത എന്ന് പറയും, ഈ പെയിന്റ് കമ്പനീസിന്റെ ടോപ്പ് കമ്പനീസ് എല്ലാം നല്ല മാനേജ്മെന്റ് ആണ്. ഇപ്പോൾ ഈ പറയുന്ന ബർജർ പെയിന്റ്സ് നല്ല ക്ലാസിക് മാനേജ്മെന്റ്. ഏഷ്യൻ പെയിന്റ്സ് പിന്നെ പറയണ്ട, നമ്മൾ ക്രീം, അതായത് ഇന്ത്യൻ കമ്പനീസിൽ ഏറ്റവും നന്നായിട്ട് മാനേജ് ചെയ്യുന്ന കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുള്ള പേര് എന്ന് പറഞ്ഞാൽ ഏഷ്യൻ പെയിന്റ്സും SDFC ബാങ്കുമാണ്. അതായത് ഏറ്റവും ക്രീം ആയിട്ടുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് കമ്പനീസ് അല്ല. അപ്പോൾ ഏഷ്യൻ പെയിന്റ്സിന്റെ മാനേജ്മെന്റ് ക്വസ്റ്റ്യനബിളേ അല്ല, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഓഫ് കോഴ്സ് ബർജർ പെയിന്റ് ഇസ് ഈക്വലി ഗുഡ്. പിന്നെ ഇപ്പൊ വന്നേക്കുന്ന ആരാ? JSW. ജിണ്ടാൽ എന്തെങ്കിലും കാര്യത്തിൽ മോശമാണോ? പിന്നെ എന്ന് പറയുന്നത് ബിർള, അതായത് ആദിത്യ ബിർള ഗ്രൂപ്പ് എന്ന് പറയും, കുമാരമംഗലം ബിർള. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ അതിന്റെ ടോപ്പ് 4 പ്ലെയേഴ്സ് അല്ലെങ്കിൽ 5 പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ക്ലീൻ മാനേജ്മെന്റ് ആണെന്നുള്ളതാണ്. നൗ ഇറ്റ് ഈസ് ഫൈറ്റ് ഫോർ മാർക്കറ്റ് ഷെയർ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടൊരു ഓപ്പർച്യൂണിറ്റി ലൂസ് ചെയ്തു എന്നുള്ള കാര്യം. നമ്മൾ ഏഷ്യൻ പെയിന്റ്സിലായിരുന്നു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിൽ നല്ല സ്റ്റോക്ക് എടുക്കുക എന്നുള്ളത് മാത്രമല്ല, അതിന്റെ കറക്റ്റ് ബിസിനസ് സൈക്കിളിൽ കയറുകയും വേണം. അപ്പോൾ ഇപ്പൊ നമ്മൾ ഏഷ്യൻ പെയിന്റ്സിൽ ആരെങ്കിലും ഒരു 3 കൊല്ലം 4 കൊല്ലമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ യു ആർ എൻട്രിങ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ ബിസിനസ് അറ്റ് എ വെരി റോങ് ടൈം എന്നുള്ള. അപ്പോൾ ആ ബിസിനസ് ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ കൊണ്ടും റോ മെറ്റീരിയലിന്റെ പ്രഷർ കൊണ്ടും ഒക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏഷ്യൻ പെയിന്റ്സിന്റെ ഏറ്റവും, അതായത് ലാസ്റ്റ് 25-30 കൊല്ലത്തിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാലഘട്ടത്തിലായിരുന്നു നിങ്ങൾ ഏറ്റവും നല്ല സ്റ്റോക്കായ ഏഷ്യൻ പെയിന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിട്ടേൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഈ പൈസ ഉപയോഗിച്ച് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ലൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടെ അതിനകത്ത് ഉണ്ടെന്നുള്ള പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിലെ ഇൻവെസ്റ്റിംഗിലെ വൺ ഓഫ് ദ റിസ്ക് ആണ്. അതായത് അധികം ആരും പറയാത്തതാണ്. അപ്പം നമ്മുടെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, അതായത് എൻ്റെ ഫണ്ട് മാനേജ്മെന്റ് എക്സ്പീരിയൻസ് 20-25 കൊല്ലത്തിൽ പലരും ചോദിക്കുന്നുണ്ട്, സർ ഞാൻ നല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും ലാസ്റ്റ് 2-3 കൊല്ലം എനിക്ക് പൈസ ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് അതിൻ്റെ ഉത്തരം. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫണ്ടമെന്റൽ അനാലിസിസ് നടക്കുമ്പോൾ കമ്പനിയുടെ മാത്രം നടത്തരുത് എന്നുള്ള ആ കോമ്പറ്റീറ്റേഴ്സും അതിൻ്റെ ബിസിനസ് എൻവയറോൺമെന്റും കൂടെ നമ്മൾ പഠിക്കണം. കാര്യം എല്ലാ ബിസിനസ്സിനും ഒരു സൈക്കിൾ ഉണ്ടെന്നുള്ള. ഞാനിപ്പോൾ അതിനകത്ത് രസകരമായിട്ടുള്ളൊരു കാര്യം പറയാം, ശ്രദ്ധിക്കണം. ഡിക്സൺ ടെക്നോളജി നമ്മൾ 2 ദിവസം മുന്നേ പറഞ്ഞു, പ്രൊമോട്ടറായ സുനിൽ വച്ചാനി കുറച്ച് സ്റ്റേക്ക് സെല്ല് ചെയ്തു. അതായത് അദ്ദേഹത്തിന് 5.34% സ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതിൽ 2.77% സെല്ല് ചെയ്തു. 5.5% ഉണ്ടായിരുന്നതിന് 2.7% സെല്ല് ചെയ്തു. അദ്ദേഹത്തിന് എത്ര കിട്ടി? 13,300 രൂപയ്ക്കാണ്, 13,300 രൂപ പെർ ഷെയറിനാണ് അങ്ങനെ അദ്ദേഹം വിറ്റത്. എത്ര രൂപ അദ്ദേഹത്തിന് കിട്ടിയെന്നറിയോ? 2,270 കോടിയാണ് ആ സെല്ലിങ്ങിൽ കൂടി സുനിൽ വച്ചാനിക്ക് കിട്ടിയത്. ടോട്ടൽ വച്ചാനി ഫാമിലിക്ക് ഡിക്സണിലുള്ള സ്റ്റേക്ക് 32.3 എങ്ങാണ്ടാണ്. ഈ സുനിൽ വച്ചാനി സെല്ല് ചെയ്തോടുകൂടി 29.5 ആയിട്ട് കുറച്ചു. അപ്പോൾ പ്രൊമോട്ടർ ഇസ് ഹോൾഡിംഗ് 29.5%. അതിൽ സുനിൽ വച്ചാനി എന്ന് പറയുന്ന ആൾ 2.77% സെല്ല് ചെയ്തിട്ട് 2,200 crores കിട്ടിയെന്ന് വിചാരിക്കാം. നമ്മൾ ഡിക്സന്റെ 10 കൊല്ലത്തെ ഫിനാൻഷ്യൽസ് ഒന്ന് എടുക്കുക. ഈ ഡിക്സന്റെ 10 കൊല്ലത്തെ ഫിനാൻഷ്യൽസിൽ അവർ
2015 അവർ എത്ര രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്നറിയോ? 13 കോടി രൂപ. 13 കോടി രൂപയാണ് അവർ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. 2025 എത്തുമ്പോഴത്തേക്കും 13 കോടിയിൽ നിന്ന് എത്ര രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്നറിയോ? 1233 കോടി. ഈ 2015, 16, 17, 18 അങ്ങനെ 20, 21, 22, 23, 24, 25 ഉണ്ടാക്കിയ 1233 കോടി ഉൾപ്പെടെ അന്നുണ്ടാക്കിയ 2015 ഉണ്ടാക്കിയ 13 കോടി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര രൂപ വരുന്നു എന്നറിയോ? 2500 കോടി. 2500 കോടി ഈസ് ദ ടോട്ടൽ അഗ്രിഗേറ്റ് പ്രോഫിറ്റ് ഡിക്സൺ ഹാസ് മെയ്ഡ് ഇൻ ദ ലാസ്റ്റ് 10 years. ഒരൊറ്റ 2.7 സെല്ലിംഗ് കൊണ്ട് പ്രൊമോട്ടർ ഉണ്ടാക്കിയത് 2200 crores ആണ്. ഇമാജിൻ ദിസ്. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്, ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അതായത് ഗെറ്റിംഗ് ഇൻ ടു ദ റൈറ്റ് സ്റ്റോക്സ് എന്നല്ല, ഗെറ്റിംഗ് ഇൻ ടു ദ റൈറ്റ് സ്റ്റോക്ക് അറ്റ് ദ റൈറ്റ് ടൈം എന്നുള്ളതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ 2500 കോടി രൂപ ടോട്ടൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് 10 years ഉണ്ടാക്കിയ ഡിക്സണിൽ നിന്ന് ഒരൊറ്റ 2.77% ട്രേഡിൽ നിന്ന് അതിൻ്റെ പ്രൊമോട്ടർ മേടിച്ചത് 2200 crores എന്നുള്ളതാണ്. സോ ഈ വക കോർപ്പറേറ്റ് ആക്ഷൻസും കൂടെ മനസ്സിൽ വെച്ച് വേണം ഒരു ഇൻവെസ്റ്റർ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താൻ. അല്ലാണ്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ എന്താ പറയുക, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും റിട്ടേൺ ഓൺ ഇക്വിറ്റിയും EPSും ഫ്രീ ക്യാഷ് ഫ്ലോവും ഡിവിഡൻഡ് ഈൽഡും അല്ലെങ്കിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റും ഡെപ്റ്റർ ഡേയ്സും ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോവും അതിൻ്റെ ബോണസും സ്പ്ലിറ്റും ഷെയറും മാത്രം കണ്ടുപിടിച്ചാൽ പോരാ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് ഈസ് സിമ്പിൾ ബട്ട് നോട്ട് ഈസി. നമുക്ക് കേൾക്കാൻ എളുപ്പമാണ്. അത് കേൾക്കുമ്പോൾ ഇതൊക്കെ നോക്കിയാൽ പോരെ. ഇന്ന് ഒരുപാട് സൈറ്റ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ അത് സ്റ്റോക്ക് റിസർച്ച് ഈസ് സിമ്പിൾ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ബട്ട് ഈസി അല്ല. നമ്മൾ ജാവ പവർഫുൾ ആണ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെയാണെന്നുള്ളത്. ഇപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും മാർക്കറ്റിൽ നിങ്ങൾ നല്ല രീതിയിൽ 4 ആംഗിളിൽ നിന്നും കൂടെ ഒരു റിസർച്ച് ചെയ്ത് വേണം ഒരു സ്റ്റോക്കിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു ജാസ്മിൻ.